ഒമാനിൽ ദുരിതത്തിലായ മലയാളിക്ക് പ്രവാസി സംഘടനയുടെ ഇടപെടൽ തുണയായി. വിവിധ തരത്തിലുള്ള പിഴത്തുകകൾ ഒഴിവാക്കി കൊച്ചി സ്വദേശിയെ നാട്ടിലേക്ക് അയച്ചു. മസ്കറ്റിലെ റൂവി മലയാളി അസോസിയേഷന്റെ ഇടപെടലാണ് ഇദ്ദേഹത്തിന് തുണയായത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദവും നേരിട്ട കൊച്ചി സ്വദേശിക്കാണ് റൂവി മലയാളി അസോസിയേഷൻ കൈത്താങ്ങായത്. ജോലിയില്ലാതെ ദുരിതത്തിലായ ഇദ്ദേഹത്തിന് മതിയായ ഭക്ഷണമോ മരുന്നോ കിട്ടാതെ അവശ നിലയിലായിരുന്നു. സുരക്ഷിതമായ താമസ കേന്ദ്രവും ഉണ്ടായിരുന്നില്ല. മസ്കറ്റിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം അസുഖത്തെ തുടർന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. യാത്ര മുടങ്ങിയതോടെ തിരികെ ജോലിയിൽ പ്രവേശിക്കാനും കഴിഞ്ഞില്ല. ഇതിനിടെ നാട്ടിലുള്ള കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലായി. വാടക അടയ്ക്കാൻ കഴിയാതെ അമ്മയും ഭാര്യയും 3 പെൺമക്കളും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. കുട്ടികളുടെ പഠനവും തടസ്സപ്പെട്ടു. ഈ അവസരത്തിലാണ് റൂവി മലയാളി അസോസിയേഷന്റെ ഇടപെടൽ. ഞങ്ങൾ നിയമപരമായി RMA ലീഗൽ സെല്ല് വഴി അഡ്വക്കേറ്റ് ഇമാം ഖാൻ അദ്ദേഹം വഴി ഈ കമ്പനിയുമായിട്ട് സംസാരിക്കുകയും ആ പാസ്പോർട്ട് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ട താമസ സൗകര്യം, അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം, അദ്ദേഹത്തിന് വേണ്ട മരുന്നുകൾ എല്ലാം എത്തിച്ചു നൽകുകയും അദ്ദേഹത്തിനെ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തു. പ്രസിഡന്റ് ഫൈസൽ ആലുവയുടെ നേതൃത്വത്തിൽ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഇമാം ഖാൻ മുഖേന തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് തിരിച്ചു വാങ്ങി. വിസ കാലാവധി കഴിഞ്ഞതിനാൽ വലിയ പിഴയുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിയുടെ കൂടി ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായതോടെ നടപടികൾ വേഗത്തിലായി. അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലെത്താനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ അവസരത്തിൽ റൂവി മലയാളി അസോസിയേഷന് കഴിഞ്ഞു. ഇതിനോടൊപ്പം സഹകരിച്ച എല്ലാ നമ്മളുടെ പ്രിയപ്പെട്ട അംഗങ്ങളോടും ഹൃദയത്തിന്റെ ഭാഷയുടെ നന്ദി അറിയിച്ചു. നിയമ നടപടികളും സാമ്പത്തിക ബാധ്യതകളും നിറവേറ്റാൻ നിരവധി വ്യക്തികൾ സഹായവുമായി എത്തി. മലയാളി അസോസിയേഷന്റെ ശക്തമായ ഇടപെടലോടെ ഇദ്ദേഹത്തെ സുരക്ഷിതമായി നാട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞു. പ്രതിസന്ധിയിൽ അകപ്പെട്ടയാളെ കൈവിടാതെ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും അസോസിയേഷൻ ഭാരവാഹികൾ നന്ദി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.